യുവാക്കളും വിദ്യാർത്ഥികളും തൻ്റെ കസേര തെറിപ്പിക്കുമെന്നുറപ്പായപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളഞ്ഞ വഴിയിൽ മാപ്പപേക്ഷയുമായി പോയിരിക്കുകയാണ്. പുതുതലമുറയുടെ പ്രതിഷേധാഗ്നിയിൽ രാജ്യം കത്തുമെന്നുറപ്പായപ്പോൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചില പ്രതികരണങ്ങളുമായി കൈകൂപ്പുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് കനത്ത ശിക്ഷ ഉറപ്പാക്കുന്നതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് ആദ്യമായി ഇതിന്മേൽ മോദിയുടെ ഒരു സോഷ്യൽ മീഡിയ അറിയിപ്പ് വന്നിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഒരു പ്രസ്താവനയും നടത്തി. അതായത് യുവജനങ്ങളുടെ ഭാവിയെ തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ല എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെയാണ് പ്രധാനമന്ത്രി ആദ്യം പൂട്ടേണ്ടത്. കാരണം അദ്ദേഹമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കൂട്ടുനിന്ന് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവി തുലച്ചത്. അത് കാരണം എത്രയോ വിദ്യാർത്ഥികളുടെ ആത്മഹത്യയ്ക്ക് കാരണമായി അത് മാറി. നഷ്ടപ്പെട്ടു പോയി ജീവൻ തിരിച്ചു നൽകാൻ ഇവർക്ക് കഴിയില്ല എന്നിരിക്കെ മോദി പ്രായശ്ചിത്തം ചെയ്യേണ്ടത് ഇതിന് ഉത്തരവാദപ്പെട്ടവരുടെ രാജി ചോദിച്ചു വാങ്ങിക്കുക എന്നുള്ളതാണ്. അതുമല്ലെങ്കിൽ ഈ ഭരണ സംവിധാനത്തിന് മൊത്തം നേതൃത്വം നൽകുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ നരേന്ദ്രമോദി സ്വന്തം രാജി പ്രഖ്യാപിച്ചാലും അതിൽ വിഷമിക്കാനൊന്നുമില്ല. കാരണം അത്രയ്ക്കും വലിയൊരു തെറ്റാണ് പുതിയ തലമുറയോട് തന്നെ അവർ ചെയ്തിരിക്കുന്നത്. ഇതൊന്നുമല്ല പൊട്ടിപ്പുറപ്പെടേണ്ടുന്ന സമരങ്ങൾ അന്യരാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. ആ പ്രതിഷേധം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ കണ്ടത് ഒന്നുമല്ല. അത്തരമൊരു സമരത്തിനായി നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതല്ലെങ്കിലും പാർലമെൻറ്റ് തന്നെ കത്തിച്ച സമരങ്ങൾ യുവാക്കൾ നടത്തിയ രാജ്യങ്ങളുണ്ട് ഇവിടെ. പക്ഷെ അതിനെയും അടിച്ചമർത്താനാണ് ഇവിടെ മോദി ഭരണകൂടം ആദ്യം തന്നെ ശ്രമിച്ചത്. പക്ഷേ ഈ സമരക്കാരെ തോൽപ്പിക്കാൻ ആവില്ല എന്നുറപ്പായപ്പോഴാണ് ഇപ്പോൾ ചില സമവായവും സോപ്പിടലുമായി വന്നിരിക്കുന്നത്. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ, അതും വേഗത്തിൽ തന്നെ ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ കുറ്റവാളികളെയും ഇവർ തന്നെ തീരുമാനിച്ചു. വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് മോദിയുടെ പരിപാടി. പക്ഷേ അതിനെല്ലാം സമരക്കാർ നിൽക്കില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തിനിടെയുണ്ടായ 152 പേപ്പർ ചോർച്ച കേസുകളിൽ ഒരാൾക്ക് പോലും ഇന്നുവരെ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അതിന് നരേന്ദ്രമോദിക്ക് കഴിയാത്തത് അവരുമായുള്ളൊരു ബന്ധമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട. അത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ പ്രഖ്യാപനം വെറും ജൽപ്പനം മാത്രമാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ യുവാക്കൾ എതിരായി മാറി എന്ന സത്യം മനസ്സിലായത് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നത്. വിദ്യാർത്ഥികളോടും യുവാക്കളോടും തോൽവി സമ്മതിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ തെളിവാണിത്. അതിന് എന്ത് പ്രായശ്ചിത്തം ചെയ്യാൻ വേണമെങ്കിലും മോദി തയ്യാറാണ്. അതാണ് അടിച്ചമർത്താൻ നോക്കിയ സമരത്തെയും സമരക്കാരെയും അവസാനം ചേർത്തു നിർത്തുന്നൊരു തരത്തിലേക്ക് മോദി കളം മാറ്റിപ്പിടിച്ചത്. രാജി അല്ലെങ്കിൽ മാപ്പ് എന്ന സ്ഥിതിയിലേക്ക് മോദി എത്തിയെന്നുള്ളതാണ് യാഥാർത്ഥ്യം.